അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കിട്ടുന്നൊരു ഊർജ്ജം അത് അതിന് വല്ലാത്തൊരു വിൽ പവർ വേണം. ഈ അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു അചഞ്ചലമായി തുടരുക എന്ന് പറയുന്നത് എന്നും സ്ഥിരതയുണ്ട് അക്കാര്യത്തിൽ. എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ സഖാവേ? എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട്? ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാനത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ വി എസിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കി. 4 വയസ്സിൽ അമ്മ മരിച്ചു, വസൂരി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതെ. 7 വയസ്സിൽ അച്ഛനും മരിച്ചു. ഇപ്പം 7 വയസ്സായപ്പോഴത്തേക്കും അനാഥനായിട്ടുള്ളൊരു ബാലനായിരുന്നു വി എസ്, അല്ലേ? അവസാനം 17 വയസ്സിൽ ആസ്മിൻ വാളിലോട്ട് ജോലിയായിരുന്നു. 17 വയസ്സിൽ വി എസ് പിന്നെ പാർട്ടിയിലേക്ക് വരികയാണ്. അപ്പോൾ വി എസിൻ്റെ ജീവിതാനുഭവങ്ങൾ എന്താ? വി എസിൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ജീവിതാനുഭവം. ആ ജീവിതാനുഭവത്തിൽ നിന്ന് തപം ചെയ്തെടുത്തതാണ് വി എസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും അതിനകത്തേക്ക് വരുന്നു. വി എസ് കുട്ടനാട് പോയിട്ട് വെള്ളത്തിൽ കറങ്ങി നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ല. അപ്പം അതിലൂടെയൊക്കെ ചേൺ ചെയ്ത് എടുത്തതാണ് വി എസിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും വി എസിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും. ആ നിലപാടുകളാണ് പിന്നീട് ഈ പുതിയ രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്തതും പിന്നെ അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള നിലപാടുകളിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്.